നോക്കൂ, ഒന്ന് എഴുന്നേൽക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു. രണ്ടുപേർക്കും ഇടയിലുള്ള തർക്കം ഭാര്യയാണോ ഭർത്താവാണോ വലുത് എന്നാണല്ലേ? എന്താ സംശയം? ഭർത്താവ് തന്നെയല്ലേ വലുത്? അതെ, കുടുംബത്തിന് വേണ്ടി അധ്വാനം ചെയ്യുന്നത് ഭർത്താവാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ജീവിക്കാൻ വേണ്ടി വഴി കണ്ടെത്തുന്ന ആൾ വലിയ ആൾ തന്നെ. കേട്ടോ? കേട്ടല്ലോ? കേട്ടില്ലെങ്കിൽ ചെവി തുറന്നു കേൾക്കും. പക്ഷേ വീട്ടുജോലി നിസ്സാര കാര്യമാണോ? രാവിലെ നിങ്ങൾക്ക് മുന്നേ എഴുന്നേൽക്കുന്നവൾ, രാത്രി നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ജോലി ചെയ്യുന്നവൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാര്യയും വലിയവളല്ലേ? കേൾക്ക്, കാത് തുറന്ന് കേൾക്ക്. സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് ഭർത്താവാണ്. അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിന്റെ അംഗീകാരമാണ് കുടുംബത്തിന്റെ അന്തസ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവ് വീണ്ടും വലിയവനാവും. പക്ഷേ അങ്ങനെ നടക്കുന്ന ഒരാളുടെ ഭാര്യ കുലീനയായ സ്ത്രീ അല്ലെങ്കിലും വഴിതെറ്റി നടക്കുന്ന ഒരു പെണ്ണാണ് അവളെങ്കിൽ സമൂഹത്തിൽ പുരുഷന് എന്തായിരിക്കും സ്ഥാനം? അപ്പോൾ ഭർത്താവിന്റെ അന്തസ്സ് നിശ്ചയിക്കുന്നത് ഭാര്യ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാര്യയ്ക്ക് വീണ്ടും വലുപ്പം കൂടും. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കും. ഞാൻ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാം. ഈ നിൽക്കുന്ന സ്ത്രീ അങ്ങയുടെ 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അമ്മയാകുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമാണോ? നിങ്ങൾ കൊടുത്തൊരു ജീവനെ സ്വന്തം ഉദരത്തിൽ പേറി സ്വന്തം ശരീരത്തിൽ നിന്ന് ആഹാരം കൊടുത്ത് പരിപാലിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നവൾ എങ്ങനെ നിങ്ങൾക്ക് താഴെയാകും? പറയൂ. അതിപ്പോ എല്ലാ സ്ത്രീകളും ചെയ്യുന്ന കാര്യമല്ല. പറഞ്ഞതിന്റെ അർത്ഥം താങ്കൾ ഒരു സ്ത്രീകളെയും മാനിക്കാൻ തയ്യാറല്ല എന്നല്ലേ? ഒരു കാര്യം ചെയ്യും. താങ്കൾക്ക് 2 കണ്ണുകളുണ്ടല്ലോ. അതിലേതാണ് താങ്കൾക്ക് പ്രിയപ്പെട്ടത്? എന്റെ 2 കണ്ണും എനിക്ക് പ്രിയപ്പെട്ടതാ. ഭവതിക്ക് 2 കൈകളുണ്ടല്ലോ. അതിലേത് കൈയാണ് പ്രധാനം? 2. ശരി. ഒരു വഴക്ക് നടക്കുമ്പോൾ അതിനൊരു ശിക്ഷയും വേണമല്ലോ. എനിക്ക് ചില വിദ്യകളൊക്കെ അറിയാം. ഭാര്യയെ മാനിക്കാത്തവനും ഭാര്യ എന്ന സ്ഥാനത്തിന് ബഹുമാനം കൊടുക്കാത്തവനുമായ നിങ്ങളുടെ ഭർത്താവിനെ ശിക്ഷിക്കാനാണ് എന്റെ തീരുമാനം. അദ്ദേഹത്തിന് കണ്ണുകൾ 2 പ്രിയപ്പെട്ടതാണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് അതിലൊരു കണ്ണ് ചൂഴ്ന്നെടുക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അയ്യോ, എന്താ ഈ പറയുന്നത്? അദ്ദേഹം എന്റെ പുരുഷനാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ ഒരു നഖത്തിന് പോലും പോറലേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം ചെയ്ത തെറ്റ് കടുത്തതാണെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. എന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തോളൂ. എന്റെ ഭർത്താവ് ആരോഗ്യവാനും സുന്ദരനും ആയുസുള്ളവനും ആയിരിക്കണം. അതാണ് എന്റെ എന്നുള്ള പ്രാർത്ഥന. ശരി, എങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാം. നിങ്ങൾക്ക് 2 കൈകളും പ്രിയപ്പെട്ടതാണെന്നല്ലേ പറഞ്ഞത്? അതിലൊന്ന് വിച്ഛേദിക്കാം. വേണ്ട വേണ്ട. ജോലിയെടുത്ത് ക്ഷീണിച്ച് വരുമ്പോ എന്നെ തലോടി തടവി ആശ്വസിപ്പിക്കുന്ന കൈകളാണത്. എന്റെ കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന കൈകളാണ് അവളുടേത്. അവളുടെ സൗന്ദര്യത്തില് ഒരു പോറല് വീണ അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അവൾക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. കണ്ടോ, പരസ്പരം മിണ്ടാതെ പിണങ്ങിയിരിക്കുന്ന നിങ്ങൾ എത്രയോ നന്നായി പരസ്പരം സ്നേഹിക്കുന്നു. അപ്പോൾ ഇനി 2 പേരും തമ്മിൽ തർക്കം വല്ലതും അവശേഷിക്കുന്നുണ്ടോ? ആട്ടെ, ഭാര്യയാണോ ഭർത്താവാണോ വലുത്? 2 പേരും തുല്യമാണ്. 2 പേരും തുല്യരാണ്. ഈ മനസ്സിലാക്കലേ ആവശ്യമുള്ളൂ. ഒരിക്കലത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തെറ്റിക്കാനും നിങ്ങൾക്ക് പറ്റില്ല. സമാധാനപരമായി തിരിച്ചു പോകും. വരൂ. എത്ര ഭംഗിയായിട്ടാണ് ദേവി ആ വിഷയം പരിഹരിച്ചത്. ഒരുപക്ഷെ നാമായിരുന്നെങ്കിൽ കോപം കൊണ്ട് ജ്വലിച്ച് എന്തെങ്കിലും ശാപം പുറപ്പെടുവിച്ചേനെ. അർദ്ധനാരീശ്വരന്മാരായി നമ്മൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ ഒടുങ്ങാത്ത കോപത്തിന്റെ ചൂട് നമ്മുടെ ഉള്ളിലെ തണുപ്പ് കൊണ്ട് ശാന്തമാക്കാനല്ലേ? ഉടലും ഉയരും ഒന്നാണെന്നുള്ള തിരിച്ചറിവ് അവർക്കിടയിൽ വന്നു കഴിഞ്ഞു. ഇനിയെല്ലാം ശാന്തം.
വരൂ, ഇനി നമുക്ക് യാത്ര തുടരാം. ഇതുപോലെ ഇനിയും പരിഹരിക്കാൻ ധാരാളം പ്രശ്നങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. വരൂ.